പ്രശസ്ത ചിത്രകാരൻ പാബ്ലോ പിക്കാസോ ജനിച്ച സമയത്ത് ഉച്ചരിച്ച വാക്ക് പീസ് എന്നാണ്. അവരുടെ ഭാഷയിൽ ആ വാക്കിനർത്ഥം പെൻസിൽ എന്നാണ്. എന്തൊരത്ഭുതമല്ലേ! ഹായ് ഫ്രണ്ട്സ്, ആർട്ട് റൂമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധതരം പെൻസിലുകളെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഒരു ചിത്രത്തിൻ്റെ ഭംഗി വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെൻസിലിൻ്റെ മേന്മയെ ആശ്രയിച്ചിരിക്കും. പല കമ്പനികളുടെ പെൻസിലുകളും മാർക്കറ്റുകളിൽ ലഭ്യമാണ്. അപ്സര, ക്യാമൽ, സ്റ്റെഡ്ലർ, ആർട്ട്ലൈൻ, ഡോംസ് തുടങ്ങി മറ്റനേകം കമ്പനികൾ പെൻസിലുകൾ നിർമ്മിക്കുന്നു. പെൻസിലിൻ്റെ എഴുതാൻ ഉപയോഗിക്കുന്ന ഭാഗം നിർമ്മിച്ചിട്ടുള്ളത് ഗ്രാഫൈറ്റും കളിമണ്ണും ചേർന്ന മിശ്രിതം കൊണ്ടാണ്. പെൻസിലിൻ്റെ ഗ്രേഡുകൾ എച്ച്, ബി അക്ഷരങ്ങൾ കൊണ്ടാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ എച്ച് ഹാർഡും ബി ബ്ലാക്കുമാണ്. എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ വരകൾക്ക് ഉപയോഗിക്കുന്ന ഗ്രേഡുകൾ എച്ച്, 2H, 3H എന്നിവയാണ്. ഇത്തരം പെൻസിലുകൾ മെക്കാനിക്കൽ പെൻസിൽ എന്നറിയപ്പെടുന്നു. സാധാരണ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന പെൻസിലുകൾ HB ഗ്രേഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചാർക്കോളും ക്രയോണും പെൻസിലിൻ്റെ വകഭേദങ്ങളാണ്. ഗ്ലാസ് മാർക്കിങ്ങിന് ഉപയോഗിക്കുന്ന വൈറ്റ് പെൻസിലുകൾ വാക്സ് കലർന്ന ചായക്കൂട്ടുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പ്രത്യേകം തയ്യാറാക്കിയ കരിക്കമ്പുകൾ സ്കെച്ച് ചെയ്യാൻ പാകപ്പെടുത്തിയെടുക്കുന്നതാണ് ചാർക്കോൾ. ചാർക്കോൾ സ്റ്റിക്കായും പെൻസിലായും പൗഡർ രൂപത്തിലും മാർക്കറ്റുകളിൽ ലഭിക്കും. റിയലിസ്റ്റിക് പോർട്രേറ്റ് വർക്കുകൾക്ക് ഷെയ്ഡ് ചെയ്യാൻ ഇത്തരം രീതികൾ ഉപയോഗിക്കാം. സോഫ്റ്റ്, മീഡിയം, ഹാർഡ് എന്നീ ഗ്രേഡുകളിൽ ചാർക്കോൾ പെൻസിലുകൾ ലഭ്യമാണ്. ഗ്രാഫൈറ്റ് പൗഡറുകളും ലഭ്യമാണ്. റിയലിസ്റ്റിക് ചിത്രങ്ങൾക്ക് ഹൈലൈറ്റിന് വേണ്ടി വൈറ്റ് ചാർക്കോൾ ഉപയോഗിക്കാം. ഇത്തരം ടെക്നിക് രീതികളെല്ലാം തുടക്കത്തിൽ തന്നെ പരീക്ഷിക്കാതെ ഷെയ്ഡിംഗ് നന്നായി പഠിച്ചതിന് ശേഷം പരീക്ഷിക്കുക. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന പെൻസിൽ ഏതെന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ മുമ്പ് ഉപയോഗിച്ചതും ഇവിടെ പറയാത്തതുമായ പെൻസിലുകളെപ്പറ്റി നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ചിത്രകലയുമായി ബന്ധപ്പെട്ട മറ്റനേകം കാര്യങ്ങൾ നിങ്ങൾക്കറിയണ്ടേ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.